presents Magic Oven powered by V-Guard. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം, അങ്ങനെ 2025 ഓണം നമ്മൾ ആഘോഷിക്കുന്നു. നിങ്ങളോടൊപ്പം കേരളയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു മാജിക് ഓവൻ്റെ എപ്പിസോഡാണ്. പക്ഷേ നമ്മൾ ഔട്ട്ഡോറാണ് ചെയ്യുന്നത്. കാരണം ഇതൊരു ഓണക്കാലത്തെ വിഭവമാണ് ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഓണ ദിവസവുമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ പായസം തന്നെയല്ലേ. അപ്പോൾ സദ്യവട്ടങ്ങൾ 4 ദിവസവും സദ്യ ഉണ്ടാക്കുന്ന വീടുകളുണ്ട്. 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, 4-ാം ഓണം. അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ തന്നെ എന്ന് വിചാരിക്കുക. നമ്മുടെ ദിവസത്തെ ഇന്നത്തെ ഓണം എന്ന് പറയുമ്പോൾ സാധാരണ നിങ്ങളുടെ വീട്ടിലെല്ലാം തന്നെ തൂശനിലയിൽ പലതരം കറികളൊക്കെ, ഓണസദ്യ, അതിനോടൊപ്പം ഒരു പായസം, വ്യത്യസ്തമായ പലതരം പായസം. അപ്പോൾ 4-ാം ഓണത്തിനും നമുക്ക് പായസം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമാണ്, എന്നാൽ തനി നാടൻ സ്റ്റൈലിലുള്ളൊരു പായസമാണ്. ഇത് അരിപ്പായസമാണ്, പക്ഷേ വറുത്തരി പായസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അരി വറുത്തിട്ടുണ്ടാക്കുന്ന ഒരു പായസമാണ്. വളരെ സ്വാദാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വറുത്തര പായസം തയ്യാറാക്കി തുടങ്ങാം. നമ്മളിവിടെ ഔട്ട്ഡോറാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള പ്രകൃതിയുടെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നമ്മുടെ കാക്കയുടെ വിളിയും, നേരെ ഫ്രണ്ടിൽ കടലാണ്, കടൽ തിരമാലകളുടെ ഒരു ഇരമ്പുന്ന ശബ്ദമൊക്കെ. ഇതൊരു നാച്ചുറൽ സെറ്റിങ്ങിൽ ഞാൻ നിൽക്കുന്നു. ഇത് നമ്മളുടെ ചമ്പാ പച്ചരിയാണ്, നുറുക്കല്ല, അല്ലാണ്ടുള്ള ചമ്പാ പച്ചരി 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര പൊടിയാണ്, പൊടിച്ച ശർക്കര പൊടി എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക, അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര പൊടി. ഇത് 1.5 കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട്. ഇത് അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയുണ്ട്, 1/4 കപ്പ് പഞ്ചസാരയും വേണം. ഇത് കൂടാണ്ട് കുറച്ച് തേങ്ങ വേണം. 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ, ഒരു 2-ാം പാലിൻ്റെ അളവിൽ എടുത്തോളൂ. 2-2.5 കപ്പായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്, ഇതും മസ്റ്റാണ്. പിന്നെ വേണ്ടത് മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ കൗഗി. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ പായസം റെഡിയാകുന്നത്. അപ്പോൾ നമ്മളുടെ പായസം ഉണ്ടാക്കുന്നത് ചമ്പാ പച്ചരിയിലാണ്. 1 കപ്പ് ചമ്പാ പച്ചരി നല്ല ചുവയ്ക്ക വറുക്കണം. നമ്മുടെ എന്താ പറയുക, ഓയിൽ ഫ്രീ ആയിട്ട് തന്നെ വറുത്താൽ മതി. വറുത്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യണം. ഒരു 1/4 ഭാഗം ഒന്ന് പൊടിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ ബ്രോക്കൺ ആക്കില്ലേ, അതുപോലെ ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് പായസം ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ചമ്പാ പച്ചരി ഒന്ന് വറുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, ഉരുളി ചൂടായി. ഇനി ഇതിലേക്ക് അരി 1 കപ്പ് ചമ്പാ പച്ചരി, ഇതിങ്ങനെ പൊട്ടി വരുന്ന പോലെ ഇങ്ങനെ മുരിഞ്ഞ് വരും. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ വറുക്കണം. അതാണ് പാകം. ചുവക്ക വറുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ അരി ഇങ്ങനെ നമ്മൾ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ, അരി വെച്ചിട്ട് നമ്മളിങ്ങനെ വറുത്തുണ്ടാക്കില്ലേ, എന്താ പറയുക, അരിപ്പൊടി തേങ്ങാ ശർക്കരയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കില്ലേ, ആ ഒരു പാകത്തിന് എടുക്കണം. അരി ഉണ്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ വറുത്തിട്ട് പൊടിക്കാറുണ്ട്, അതുപോലെയാണ് വറുക്കേണ്ടത്. എന്നിട്ട് തരിതരിപ്പായിട്ട് പൊടിക്കുക, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഔട്ട്ഡോർ കുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്, നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാം. ഇതൊക്കെ ഇറങ്ങി നടക്കുകയാണ്. എന്ത് രസമല്ലേ, പഴയ തറവാടും അങ്ങനെ ഒരു മുറ്റവും ഒക്കെ ആയിട്ട്. അതിനെക്കാട്ടി ഏറ്റവും രസം തറവാടെന്ന് നോക്കുമ്പോൾ കാണുന്ന കടലും കൂടിയാണ്. ഇങ്ങനെയാണ് എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് സുഖമാണ്. ഇപ്പം നല്ല മണം, അരി ഇങ്ങനെ വറുത്ത് കിട്ടുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ. ആഹാ, മൂത്ത് തുടങ്ങി. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് തരിതരിപ്പായി പൊടിച്ചെടുക്കാം. അരി പാകത്തിന് മൂത്തിട്ടുണ്ട്. അത് പുക ഇങ്ങനെ വരുന്നുണ്ടോ, നല്ല ചൂടാണ്. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായി പൊടിക്കാം. അപ്പോൾ അരി വറുത്തു പൊടിച്ചെടുത്തു. ഇത് ചമ്പാ പച്ചരിയാണ്, 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ, തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമ്മുടെ ഉരുളി വീണ്ടും ചൂടാക്കാനായിട്ട് വെച്ചു. ഇതിലേക്ക് വെള്ളം, അതെ 2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് പെട്ടെന്ന് തന്നെ വേഗം. ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചെയ്യുമ്പോൾ, തരിതരിപ്പായിട്ട് പൊടിച്ച് ചെയ്യുമ്പോൾ ഇത് വേഗുന്നതിൻ്റെ സ്പീഡ് വളരെ ഫാസ്റ്റാണ്, പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ പറ്റും. അപ്പോൾ വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഈ വറുത്ത് പൊടിച്ച ചമ്പാ പച്ചരി ഇടുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, അത് പാകത്തിന് വേഗുന്നവരെ. ഞാൻ ഈ ഒരു എന്താ പറയുക, മനോഹരമായ നേച്ചറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചെറിയ വാട്ടർ ബേർഡ്സ് ലൈക്ക് കൊക്കൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, പലതരം കൊക്കുകൾ. അതിനെല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണാം.
വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നു. ഇത് വറുത്ത് പൊടിച്ച് മീൻസ് ഫൈൻ പൗഡർ അല്ല കേട്ടോ, തരിതരിപ്പായിട്ട്. ഇനി ഇത് വേകട്ടെ. അപ്പോൾ അരിയെല്ലാം ഏതാണ്ട് വെന്ത് കഴിഞ്ഞു. അരി എന്ന് പറയുമ്പോൾ അരി അങ്ങനെ മുഴുവനെ ഇടുകയാണെങ്കിൽ കൂടുതൽ സമയം വേകാനായിട്ട് എടുക്കും. പക്ഷേ നമ്മൾ കുറച്ച് നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ച് തന്നെ ചേർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലൊക്കെ വേവിക്കാം. പക്ഷേ ഇത് നമ്മൾ വറുത്ത് പൊടിച്ച് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു സ്വാദമൊക്കെ ഉണ്ട്, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ വെള്ളം 2 കപ്പ് പോരാ, നമ്മൾ വീണ്ടും 2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു. അപ്പം ആവശ്യാനുസരണം തിളച്ച വെള്ളത്തിൽ തന്നെ, രണ്ടാമത് വെള്ളം ഒഴിക്കുമ്പോഴും തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞു. ആ വെള്ളം കുറച്ച് ബാക്കിയുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ശർക്കര പൊടി ചേർക്കാൻ പോകണം. അപ്പോൾ ശർക്കരയുടെ അളവ് ഞാൻ കുറച്ചാണ് ചേർക്കുന്നത്. 1.5 കപ്പ് പൗഡേർഡ് ജാഗറി അതാണ് ചേർക്കുന്നത്. നിങ്ങൾ ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1.5 ഉണ്ട ശർക്കര എടുത്തിട്ട് ചീകാതെ പൊട്ടിച്ചാണെങ്കിലും ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് ഉപയോഗിക്കും. ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് ആ ഒരു ശർക്കരയുടെ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറും. ഇതിന് കുറച്ചുകൂടെ ഒരു ഗോൾഡൻ കളർ കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാണ്. അത് കളർ ഇമ്പ്രൂവ്മെൻ്റാണ്. ശർക്കര മാത്രം ചേർക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ ബെറ്റർ ഒരു ഗോൾഡൻ കളർ കിട്ടും. ഇനി നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചൊന്നുകൂടി ഒന്ന് കുറുകട്ടെ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇച്ചിരി ലൂസാണ്, കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി വരും. തിളയെല്ലാം വന്നിങ്ങനെ എന്താ പറയുക, പതഞ്ഞിങ്ങനെ കുറുകി തുടങ്ങും. അങ്ങനെ ശർക്കരയും വേവിച്ച അരിയും കൂടി ചേർന്നിങ്ങനെ നല്ലതായിട്ട് വരണ്ടു തുടങ്ങി, വറ്റി നല്ല ഇങ്ങനെ ഈ ഉരുളിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകം പോലെ ആയി തുടങ്ങി. ഈ സ്റ്റേജിലാണ് നമ്മൾ നെയ്യ് ചേർക്കേണ്ടത്. മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ കൗ ഗീയാണ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ ഒരു 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ ആദ്യം ചേർക്കുന്നു. എൻ്റെ പായസത്തിൻ്റെ മണമൊക്കെ അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ട് കാറ്റ് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലേക്ക് പാലൊഴിക്കും. ഇത് നമ്മൾ ടൈറ്റായിട്ടുള്ള പായസം അല്ല, അരവണ പോലെ അല്ല കേട്ടോ ചെയ്യുന്നത്. ഇത് പാൽ ഒഴിച്ച് കുറച്ച് ലൂസായിട്ടാണ് ചെയ്യേണ്ടത്. തേങ്ങാപ്പാൽ ഒരു 2ാം പാലിൻ്റെ അയവിൽ ഇച്ചിരി കുറുകിയത് തന്നെയാണ്, ഒരുപാട് ടൈറ്റല്ല, പക്ഷെ കുറച്ച് കുറുകിയ പാൽ. നന്നായിട്ട് മിക്സ് ചെയ്ത് കാണുന്നുണ്ടല്ലോ. ഇനി തേങ്ങാപ്പാലിൻ്റെ കൂടെ കിടന്ന് തിളക്കട്ടെ. ഇപ്പോൾ തേങ്ങാപ്പാൽ ഏകദേശം ഒരു 2 മുതൽ 3 കപ്പ് വരെ ആകും. 2-2.5 ഞാൻ 2.5 കപ്പിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. 3 കപ്സ് വരെ ആകും. ഇതുവരെ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അവസാനം കുറേ നെയ്യൊക്കെ ഒഴിക്കുന്നുള്ളൂ. ഇപ്പം നന്നായിട്ട് തിള വരട്ടെ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി അവസാനം നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു പാൽപ്പായസത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് നല്ലതായിട്ട് തിളച്ച് ഇങ്ങനെ കുറുകിയ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. എൻ്റെ ഏലക്കാപ്പൊടിയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു, കാറ്റ് കൊണ്ട് പറക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഔട്ട്ഡോർ ഷൂട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പായസമൊക്കെ വയ്ക്കാൻ ഇറങ്ങുമ്പോൾ കാറ്റിൻ്റെ അതിപ്രസരമാണ്. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ടൈം കൂടുതലെടുക്കും. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും.
ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് ഒരു ടിന്നുണ്ട്. ഇത് പൊട്ടിച്ചതിനകത്തേക്ക് ഒഴിക്കും. ആഹാ, സ്വാദ് മാറുന്നു നോക്കോളൂ. ഇപ്പോൾ ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ആ ഒരു കളറിലേക്ക് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹോൾ ടിൻ ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ഒരു ഫുൾ ടിൻ ഓഫ് മിൽക്കി മിസ്റ്റ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്. ആഹാ, നമ്മുടെ പായസം നോക്കി എന്ത് മനോഹരിയായി. കാണുന്ന പോലെ തന്നെയാണ് സ്വാദും. ഇനി തിളയ്ക്കൊന്നും വേണ്ട. ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഫൈനലായിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഞാൻ ചിരകിയ തേങ്ങയാണ് വറുത്തിടാൻ പോകുന്നത്, ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതല്ല. അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഉണ്ട് നമ്മുടെ പായസത്തിന്. അപ്പോൾ ഫൈനൽ പാർട്ടിൽ എത്തിക്കഴിഞ്ഞു, നെയ്യിലെ വറുത്തിടൽ. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ കൗ ഗീ. അത് ചെറിയ ലാവിഷായിട്ട് ഒഴിക്കുവാണ്. ഇതിപ്പോൾ 3 ടീസ്പൂൺ 1 ടേബിൾ സ്പൂണായി. 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കും. അങ്ങനെ നല്ല മണവും രുചിയുമുള്ള മിൽക്കി മിസ്റ്റ് കൗ ഗീ ചേർത്ത് കഴിഞ്ഞു. ഇനി നല്ലതായിട്ട് ചൂടാകട്ടെ. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങ, ഇത് 3 വറുത്തിടേണ്ടത്. കുറച്ച് കിസ്മിസും കൂടി ചേർക്കുന്നു. അങ്ങനെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ പാകത്തിന് മൂത്തു ഗോൾഡൻ ബ്രൗൺ. ഇനി നേരെ നമ്മുടെ പായസത്തിൻ്റെ മുകളിലേക്ക് ഇടും. അതൊരു ക്ലാസിക്കായിട്ടാണ് നമ്മൾ ഇടുന്ന സമയത്ത് അതിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾ ചെയ്യും. എന്ത് രസം അറിയാം ആ സമയത്ത് കാണാൻ. അങ്ങനെ നമ്മുടെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തിടുന്നത്. ഇനി ഒരല്പം നെയ്യും കൂടി ഒഴിക്കാം അടുപ്പിലേക്ക്. ആ പാത്രത്തിൽ അടുപ്പ് ചൂടായി കിടക്കുകയാണ്. നമ്മുടെ പാൻ ഇസ് ഹോട്ട്. ഒരു 3 ടീസ്പൂൺ നെയ്യ് കൂടി ചൂടാക്കുന്നു. ഇതിലാണ് നമ്മൾ തേങ്ങ വറുക്കുന്നത്. തേങ്ങയും കൂടി വറുത്തിടാം. ഏകദേശം 1 കപ്പ് തേങ്ങ എന്ന് പറയാം. ഒരു ചെറിയ തേങ്ങയുടെ പകുതി, അരമുറി തേങ്ങയാണ്. ഇതിപ്പോൾ 1 കപ്പ് അളവ് പറയുകയാണെങ്കിൽ 1 കപ്പ്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട്, ഒരുപാട് ബ്രൗൺ ആവണ്ട, നമുക്ക് കഴിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാധാരണ തേങ്ങ കൊത്തിടില്ലേ, കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വറുത്തിടില്ലേ, അതുപോലെ അതിന് പകരം ഇങ്ങനെ ചിരകിയ തേങ്ങ. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈനലായിട്ട് സാധാരണ നമ്മൾ തേങ്ങ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കനം കുറച്ച് നീളത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചതുരമായിട്ട് മുറിച്ചിട്ട് തേങ്ങ കൊത്ത് വറുത്തിടുന്ന ഒരു രീതിയുണ്ടല്ലോ, അതുപോലെയാണ്. പക്ഷേ ഇത് തേങ്ങ ചിരകിയതാണ് ഇടുന്നത്. ഒരുപാട് ബ്രൗൺ ആകണം എന്നില്ല, ഇച്ചിരി ബ്രൗൺ ആയി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ. നല്ല കരുകരുപ്പാക്കി എടുക്കണം എന്നില്ല, നമ്മളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ആകാം. എന്തായാലും നെയ്യിൽ തന്നെ വറുത്തിടാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും പായസത്തിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യും ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അതിലേക്ക് തേങ്ങ വറുത്തതും കൂടി ചേർക്കാം. കളർഫുള്ളായി കഴിഞ്ഞു. കുറേ തേങ്ങ വറുത്തതും അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യും എല്ലാം ആയിട്ട് ആഹാ, എന്താ മണം, രക്ഷയില്ലാത്ത മണം. പായസം നന്നായിട്ട് ഇളക്കി പിന്നെ ഇത് കുറച്ചുകൂടി ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് കുറുകും. അത് കുറച്ചുകൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂട് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. തിളപ്പിച്ചാറിയ വെള്ളം. പായസം റെഡി. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ പായസം റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഓണവിശേഷങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്രാവശ്യം മാജിക് അവൻ്റെ ഓണം സ്പെഷ്യൽ അവിട്ട ദിവസമാണ് നിങ്ങൾ കാണുന്നത്, അതായത് 3-ാം ഓണം. തീർച്ചയായിട്ടും പല വീടുകളിലും 4 ഓണവും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഉത്രാടം, തിരുവോണം, അവിട്ടം ആൻഡ് ചതയം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പായസം ചതയ ദിനത്തിലെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കട്ടെ. ഇഷ്ടപ്പെട്ടു കാണുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇത് അത്രയും സ്വാദാണ്. ഈ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക നമ്മുടെ വറുത്തരി പായസം, ഓണം സ്പെഷ്യൽ. അപ്പോൾ മാജിക് അവൻ്റെ ഓണവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഈ പായസമൊക്കെ പരീക്ഷിക്കുക. കേരളയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.